ഹായ്. അപ്പോഴേ നമുക്കിന്ന് പല്ലിയെ തുരത്താനുള്ള 2-3 ടിപ്പാണ് ഞാനിതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഫസ്റ്റ് പുതിനയില എടുക്കുക. അപ്പോൾ നമ്മൾ പുതിനയിലയൊക്കെ വാടിയത് ഒക്കെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഈ പുതിനയില. ഭയങ്കര ഒരു സ്മെല്ലും ഉണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് നമ്മൾ വാടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ എടുത്ത് കളയണ്ട. അപ്പോൾ നമുക്ക് പല്ലിക്കൊക്കെ സൂപ്പർ സാധനമാണ്. ഇത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറൊന്ന് സ്പ്രേ ചെയ്യുകയോ അതല്ല എങ്കിൽ നമ്മൾ ഇടികല്ലിനകത്ത് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ചതച്ചിട്ട് എടുക്കുക. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. അതിൽ നിന്നൊരു പകുതി മാത്രം മതിയാകും. അപ്പം നിങ്ങൾക്ക് എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടാം. ഇതിപ്പോൾ ഞാൻ ഇത്രയും പുതിനയിലേക്ക് പകുതി നാരങ്ങയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ചതക്കിയപ്പം തന്നെ അതിൻ്റെ ചാറൊക്കെ നല്ല രീതിയിൽ ഇപ്പം തന്നെ ആ ഒരു സ്മെല്ല് കേട്ടാൽ തന്നെ പല്ലി ഓടും. നല്ലൊരു സ്മെല്ലാണ് പുതിനയിലയുടെ ചതച്ച ആ ഒരു സ്മെല്ല്. ഇനി നമുക്ക് അതൊരു ടിന്നിനകത്തോട്ട് എടുക്കാം. അപ്പം നല്ല രീതിയിൽ ഉണ്ടോ ചതഞ്ഞ് അതിൻ്റെ ചാറൊക്കെ ഇറങ്ങി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്ക് എടുക്കാം, ഒരു ടിന്നിനകത്തോട്ട് എടുക്കാം. അപ്പോൾ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വളരെ ഈസിയായ ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പല്ലി ശല്യം പ്രത്യേകിച്ച് ഈ കിച്ചണിലൊക്കെ ഭയങ്കര പല്ലി ശല്യമാണല്ലോ. രാത്രിയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ തുറന്ന് വെച്ചാൽ പോലും അത് വന്ന് നക്കിയിട്ടൊക്കെ പോകും. അപ്പോൾ അത് പിന്നീട് ഭയങ്കര പ്രശ്നമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് നോക്കുക. ഇപ്പോൾ ഞാനെല്ലാം അതൊരു ടിന്നിനകത്തോട്ട് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നാരങ്ങ നീര് ഒന്ന് പിഴിഞ്ഞൊഴിക്കാവേ. അപ്പം നാരങ്ങയുടെ ഒരു സ്മെല്ലും അതേപോലെ തന്നെ ഈ പുതിനയിലയും അത് വന്ന് നക്കുകയാണെങ്കിൽ അത് നല്ല വെപ്രാളം അടിച്ചതങ്ങ് ഓടിക്കോളൂ കേട്ടോ. ഭയങ്കര സ്മെല്ലാണ് ഇതിന്. നാരങ്ങയും കൂടെ ചെല്ലുമ്പോഴത്തേനും അത് എരിഞ്ഞിട്ട് അത് ഓടിക്കോളും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം അടുത്തോട്ട് വരുത്തതുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് പകുതി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ കബോർഡിനകത്തോ എവിടെയൊക്കെയാണോ നമുക്ക് ശല്യം, പല്ലി ശല്യം അവിടെയൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം. ഇത് കൂടുതലും കിച്ചണിലാണല്ലോ നമുക്ക്. പിന്നെ അപ്പോൾ ഇതിനകത്തൊരു സ്വല്പം ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് പൊടി അതിനകത്ത് നല്ല രീതിയിൽ ആ ഒരു സ്മെല്ലിനെ പിടിച്ച് നിർത്തും കേട്ടോ. ഇതുപോലെ നമ്മുടെ കിച്ചണിലോ അതേപോലെ കബോർഡിലോ എവിടെ വേണേലും കൊണ്ട് വെച്ച് കൊടുക്കുക. വളരെ ഈസിയായ ടിപ്പാണ്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പുതിനയില വാടിയതാണെങ്കിലും ശരി തന്നെ ഇതേപോലെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ആ ഒരു സ്മെല്ല് അതിനകത്ത് നമുക്ക് കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കിച്ചണിൽ കൊണ്ട് വെച്ച് കൊടുക്കുകയാണേ. ഇത്രയും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ 2-3 ടിന്നിനകത്താക്കി നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ശല്യം ഉണ്ട് അവിടെയൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാം. ചെറിയ ടിന്നിനകത്തോട്ടാക്കിയിട്ട് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും. പുറത്തുനിന്ന് വേറെ ഒന്നും തന്നെ വേണ്ട. നമ്മൾ പുതിനയിലയും അതുപോലെ ഉപ്പുപൊടിയും പിന്നെ നാരങ്ങയും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ കിഴങ്ങൊന്ന് ചെത്തിയിട്ട് എടുക്കാം. അപ്പോൾ കിഴങ്ങൊക്കെ നമ്മൾ ഇതേപോലെ അരിഞ്ഞ വാക്കിയിരിക്കുകയാണെങ്കിലൊക്കെ പല്ലി വന്ന് നക്കുമല്ലോ. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ കർപ്പൂരം ഇട്ട് കൊടുക്കുക. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ പല്ലി ചാവാനുള്ളതൊന്നും അല്ല കേട്ടോ. ആ ഒരു സ്മെല്ലടിച്ചിട്ട് അവിടെ ആ ഭാഗത്തോട്ട് വരത്തില്ല. അപ്പം ഇതുപോലെ നമ്മുടെ കിഴങ്ങ് ചെത്തിയിട്ട് അതിൻ്റെ പുറത്തായിട്ട് ദാണ്ടെ ഈ ഒരു കർപ്പൂരം പൊടിച്ചത് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൈ കൊണ്ട് തിരുമുമ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടുവേ കർപ്പൂരം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഗ്രാമ്പൂ ഉണ്ടല്ലോ, അതൊരു 3-4 കുത്തി കൊടുക്കുക. അപ്പോൾ ഈ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഈ കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കൊണ്ട് നമ്മുടെ കിച്ചണിലും കബോർഡിലൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ പല്ലി പല്ലിയെന്ന് മാത്രമല്ല കേട്ടോ, പാറ്റ പോലും അടുക്കത്തില്ല. പാറ്റ, പല്ലി, ഈച്ച ഈ ഒരു സ്മെല്ല് അതിന് ഇഷ്ടപ്പെടുന്ന സ്മെല്ലല്ല. അപ്പോൾ കർപ്പൂരത്തിൻ്റെ പുറത്ത് നമുക്ക് ഇതേപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം, ഗ്രാമ്പൂവും കൂടെ. എന്നിട്ട് നമുക്കിതുപോലെ കബോർഡിലും കിച്ചണിലും ഗ്യാസ് അടുപ്പിൻ്റെ ഭാഗത്തൊക്കെയാണല്ലോ കൂടുതലായിട്ട് പല്ലികളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. വളരെ ഈസിയായ ടിപ്പാണേ. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ തന്നെ കിച്ചണിൽ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട്.
പ്രത്യേകിച്ച് നമ്മൾ ലൈറ്റൊക്കെ അണച്ചിട്ട് പോകുമ്പോൾ രാത്രി സമയത്ത് നമ്മൾ വേസ്റ്റൊക്കെ കഴിക്കാൻ പല്ലിയൊക്കെ വരും. നമ്മൾ വേസ്റ്റൊക്കെ ഇടാതിരുന്നാൽ പല്ലിയുടെ ശല്യമൊക്കെ കുറയും കേട്ടോ. നമ്മൾ കിച്ചണിൽ രാത്രി കൂടുതലും വേസ്റ്റൊന്നും ഇടാതിരിക്കുക. അടുത്തതായിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ തോടുണ്ടല്ലോ അത് കുറച്ച് നമ്മൾ കൂട്ടി വയ്ക്കുക. അപ്പോൾ ഈ മുട്ടത്തോടിനകത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നും തന്നെ ഇതിനകത്തില്ല, ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഇതും നമുക്ക് പാറ്റ പല്ലിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിലോ എവിടെയാണോ എന്ന് വെച്ചാൽ അവിടെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രാത്രി നമ്മുടെ അടുക്കളയിലൊക്കെ ഒരു വേസ്റ്റ് പോലും നമ്മൾ കറി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴുകി അടച്ച് വയ്ക്കുക. അതേപോലെ തന്നെ സ്പൂണ് ഒന്നും തന്നെ വേസ്റ്റ് ഒട്ടും തന്നെ നമ്മളെ കിച്ചണിൽ ഇല്ലെങ്കിൽ പല്ലിശല്യവും പാറ്റശല്യവും ഒക്കെ കുറയും. ഈ വേസ്റ്റും വൃത്തികേടായിട്ടൊക്കെ കിച്ചണിൽ രാത്രി നമ്മൾ ഉപയോഗിച്ചിട്ട് വൃത്തിയാക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നത്, ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ watching.